Hi friends, welcome back. You can see topic find the solution to LPP. What is LPP? Linear programming problem using graphical method. Okay. Previous year question paper analyze ചെയ്തപ്പോൾ വന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. എസ്സേ ടോപ്പിക് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു what is the meaning of linear programming and also what are the components or concepts related to linear programming. Solutions to linear programming problem. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്റ്റിമൈസേഷൻ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ we actually trying to find out either maximization or minimization. Okay, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക. എൻ്റെ റിക്വസ്റ്റ് പ്രീവിയസ് വീഡിയോസിൽ ആ 6 സ്റ്റെപ്സ് നല്ല തറവായിരിക്കണം. അതിൻ്റെ ജസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, നല്ലൊരു ഗ്രാഫ് വരക്കണം. ഗ്രാഫൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ find the solution to LPP using graphical method. Okay, solutions to linear programming problem or LPP. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് LPP തന്നിട്ടുണ്ട്, മീൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടെ എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? എന്താണ്? മാക്സിമൈസേഷൻ ആണ്. മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഓഫ് എ ഫേം z is equal to 25x1 plus 20x2. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിൽ നിന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. Then second component is that subject to the constraints or limitations or restraints. Here 16x1 plus 12x2 equal to or less than 100. And second constraint is that 8x1 plus 16x2 equal to or less than 80. ഓക്കെ, അപ്പോൾ 2 കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഈ സിമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ഈക്വൽ ടു ഓർ ലെസ് ദാൻ. മാക്സിമൈസേഷൻ ആണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. ഓക്കെ, മിനിമൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് വരിക? ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആണെന്ന് പറയാം. ദെൻ തേർഡ് വൺ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഓർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ്. ഹിയർ x1 is equal to or greater than 0 and x2 is equal to or greater than 0. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. മാക്സിമൈസേഷൻ പോയിന്റ്, ഒപ്റ്റിമൽ പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഫീസിബിൾ റീജിയൺ എന്താണ്, ഫീസിബിൾ സൊല്യൂഷൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. റൈറ്റ്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് എഴുതുക. ഓക്കെ, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് എന്താണ്? മാക്സിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ്. ഈ മാറ്റർ നിങ്ങൾ മറക്കരുത് കേട്ടോ. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഒരു കാരണവശാലും എന്താവില്ല, നെഗറ്റീവ് ഫിഗർ ആകില്ല എന്നുള്ളത് നിങ്ങൾ ആ ഒരു കണ്ടീഷൻ അവിടെ എഴുതൽ നിർബന്ധമാണ്. നമ്മൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓർത്തിരിക്കുക. ഇനീക്വാളിറ്റീസ് നമ്മൾ എന്താണ്? ലീനിയർ ഈക്വേഷൻസിലേക്ക് മാറ്റാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് ഹിയർ. സി 16x1 plus 12x2 is equal to 100. ഓക്കെ, ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് LPP നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനിലാണ്. ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. നമുക്ക് x1-ൻ്റെയും x2-ൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. ഇവിടെ x1 x2 എന്നുള്ളതാണ് എന്ത്? ഡിസിഷൻ വേരിയബിൾസ്. x1 എത്ര ആയിരിക്കണം, അതുപോലെ x2 എത്ര ആയിരിക്കണം എന്ന് നമ്മൾ അത് കണ്ടെത്തേണ്ട വേരിയബിൾസ് ആണ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഡിസിഷൻ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 1. സി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് x1 ആൻഡ് x2. ഒരു സിമ്പിൾ ഫോർമാറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടൊക്കെ വാല്യൂസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. സി we can just find out the value of x1 by putting or by assuming x2 is equal to 0. ഓക്കെ, ഇവിടെ x2 എന്ന് പറയുന്നത് 0 ആണെന്ന് അസ്യൂം ചെയ്യാം. x2 0 ആയാൽ എന്താവും? ഈ കോമ്പണന്റ് 0 ആവും. പിന്നെ ഈ കോമ്പണന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഉള്ളത്? 16x1 is equal to 100. ഓക്കെ, സോ we can just write down like this. If x2 is equal to 0, then 16x1 is equal to 100.
ഓക്കെ, സിമ്പിൾ. ഞാൻ എന്താ ചെയ്തത്? എക്സ് ടു 0 ആക്കി. എക്സ് ടു 0 ആക്കുമ്പോൾ ഈ കോമ്പണൻറ്റ് എന്താവും? മൊത്തമായിട്ട് 0 ആയി. 12 ഇൻറ്റു 0 അല്ല 0 ആയി. പിന്നെ വരുന്ന കോമ്പണൻറ്റ് എന്താണ്? 16x1 ഈക്വൽ ടു 100. ഓക്കെ, സി now we can easily find out the value of x1. x1 is equal to 100. This 16 into x1 ആണ്. അപ്പോൾ into എന്താവും? ഡിവിഷൻ ആവും. then 16. then what is the value? so x1 is equal to 100 by 16. what is the value? 6.25. നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരിക്കലും ആൻസർ എന്ത് ചെയ്യരുത്? മിസ്റ്റേക്ക് വരരുത്. ഓക്കെ, ഹിയർ x1 is equal to 6.25. Similarly, we can find out the value of x2 by putting x1 as 0. x1 ന്റെ വാല്യൂ നമ്മൾ എന്താണ്? 0 ആക്കാണ്. See, if x1 is equal to 0, then what will happen? ഈ കോമ്പണൻറ്റ് 0 ആവും. then 12x2 is equal to 100. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. 12x2 is equal to 100. Okay, then we can just find out the value of x2. x2 is equal to 100 by 12. then what is the value? 100 by 12. നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഹിയർ 8.33. okay, don't worry, it is very very easy. see, this is about the solution of first equation. we just found the value of x1 and x2. ഇവിടെ x1 എത്രയാണ്? x1 കിട്ടുമ്പോൾ നമുക്ക് അതിന് കോർഡിനേറ്റ്സ് ഇങ്ങനെ എഴുതാം. x1 6.25. then x2ൻ്റെ വാല്യൂ എന്താണ്? 0. ഇവിടെ എന്താണ്? x1ൻ്റെ വാല്യൂ 0, x2ൻ്റെ വാല്യൂ എത്രയാണ്? 8.33. okay, just you can understand. now we can take the second constraint. ഒന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് നമ്മൾ തീരുമാനമാക്കി. x1 കണ്ടു, അതുപോലെ x2 കണ്ടു. see, 8x1. ഈ കൺസ്ട്രെയിൻ്റ് ഒക്കെ രണ്ടാമത് എടുത്ത് എഴുതുമ്പോൾ മിസ്റ്റേക്ക് വരരുത്. 8 ഉള്ളത് 10 ഒന്നും ആയി പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. 8x1 പ്ലസ് 16x2 okay is equal to 80. this is the second equation. okay, now we can just assume x2 is equal to 0. ഞാൻ അങ്ങനെ എഴുതുന്നു. if x2 is equal to 0, then 8x1 is equal to 80. then x1 is equal to 80 by 8 into x1 അല്ല. അപ്പോൾ എന്താവും? 8 RHSലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. 80 divided by 8, then we will get 10. okay, ഇവിടെ കോർഡിനേറ്റ്സ് എന്താണ് വരിക? 10 and 0. 10 x1ൻ്റെ വാല്യൂ, 0 x2. now if x1 is equal to 0, if x1 is equal to 0, what will happen? ഈ ഒരു കോമ്പണൻറ്റ് 0 ആയി. പിന്നെ വരുന്നത് എത്രയാണ്? 16x2. സി സിമ്പിൾ. 16x2 is equal to 80. then x2 is equal to 80. ഈ 16 ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 16 is equal to 5. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സി, ഇവിടെ x1 10, ഇവിടെ x2 5. ഇവിടെ നമുക്ക് എന്ത് വരും? കോർഡിനേറ്റ്സ് ആയിട്ട് 0 and 5. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് കൺസ്ട്രെയിൻസ് നമ്മൾ സോൾവ് ചെയ്തു, നമ്മുടെ വാല്യൂസ് കണ്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് ചെയ്യണം. ഓക്കെ, ഗ്രാഫ് ചെയ്തിട്ട് അതിൻ്റെ ഫീസിബിൾ റീജിയൻ കാണണം, കോർണർ പോയിന്റ്സ് കാണണം. അതിനെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഏറ്റവും ഒപ്റ്റിമാൽ പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. വളരെ സിമ്പിളാണ്. ഗ്രാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഡ്രോ ചെയ്യുക. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രാഫ് ചെയ്യാൻ പോവുകയാണ്. വാല്യൂസ് ഒന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലുണ്ടാവണം. x1, x2, then here x1, x2. okay, now we can make a graph, right? ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് x1ൻ്റെ വാല്യൂ നോക്കുക. അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് വരുന്ന വാല്യൂ ഇവിടെ x1 എന്ന് പറയുന്നത് 6.25 ആണ്. ഇവിടെ x1 വരുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം വരേണ്ട ലെങ്ത്ത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ x2 നമുക്ക് ഇവിടെ വരുന്നത് എത്രയാണ്? 8.33 ആണ്. ഇവിടെ വരുന്നത് നമുക്ക് x2 വരുന്നത് 5 ആണ്. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാവണം. then now we can just graph the values. see, vertical axis and horizontal axis we can draw like this.
ശ്രദ്ധിച്ചിട്ട് വരക്കുക, സ്കെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരക്കുക. സി origin. Here you know x1, we can take here x2. Okay. Now x1 നമുക്ക് 10 വരെ വരണം. See 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1 സെൻറ്റിമീറ്റർ ഞാൻ ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. സി 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. അത് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുക. ദെൻ x2ലും നമുക്ക് എത്ര വരണം? x2 ഇവിടെ 8.33 ആണ് അല്ലേ? 8.33. ഇവിടെ വരുന്നത് 5 ആണ്. ഓക്കെ. നമുക്കിവിടെ ഒരു 10 വരെ എടുക്കാം. ഓക്കെ, സിമ്പിൾ. ഇതൊക്കെ കറക്റ്റ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഓക്കെ. അതാകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസൊക്കെ മാറി ഒന്നും കൊളായി പോകരുത്. ഓക്കെ. ഫുൾ മാർക്ക് വാങ്ങേണ്ട ഏരിയയാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ സി നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് കൺസ്ട്രെയിനെ നമ്മൾ ഗ്രാഫ് ചെയ്യണം. ഗ്രാഫ് എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ആണ്. കാരണം ഗ്രാഫ് ചെയ്താൽ നമുക്ക് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. ഓക്കെ. അതൊക്കെ നമ്മൾ ആ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻസ് എന്നാൽ അതിൻ്റെ വാല്യൂസ് നിങ്ങൾ ഗ്രാഫ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? അതിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ ഗ്രാഫ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഓൾ ദീസ് തിങ്സ്. സി ഹിയർ യു നോ ഫസ്റ്റ് ദ വാല്യൂ ഓഫ് x1 യു നോ 6.25. ഓക്കെ. ഞാൻ ഈ പോയിൻ്റാണ് എടുക്കുന്നത്, 6.25. അപ്പോൾ ഇതിൻ്റെ 6.25 ഇവിടെ വരും. ഓക്കെ, മാർക്ക് ചെയ്തോട്ടെ ഞാൻ 6.25. ഓക്കെ. ദെൻ x2 വരുന്നത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ എടുത്തത്, 16x1 + 12x2. ഓക്കെ. അപ്പോൾ അതിൽ 6.25 കിട്ടി. x2 നമുക്ക് എത്രയാണ്? 8.33. സിമ്പിൾ. ഓക്കെ, ഇവിടെ വരും 8.33. ആ മാറ്റർ നിങ്ങൾ രണ്ട് x1ഉം x2 റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്യുക. സി x1 ആൻഡ് x2 അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, നേരെ വരണം. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രോ ചെയ്യുക. ഓക്കെ. നൗ സെക്കൻഡ് ഇക്വേഷൻ x1 എത്ര വരുന്നത്? 10 ആണ്. x1ൻ്റെ വാല്യൂ ഇവിടെ 10 ആണ് നമുക്ക് വരുന്നത്. സി 10. ഓക്കെ, പോയിന്റ് ഒന്നിൽ നമുക്ക് സിമ്പിളായിട്ട് കാണാം 10. x2ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. സി ഇയർ 5. ഓക്കെ. നിങ്ങൾ ആ രണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഓക്കെ. ഇത് നിങ്ങൾ മാറാതിരിക്കാൻ നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ഇക്വേഷൻ ഏതാണ്? 16x1 + 12x2 ഉണ്ട്. നിങ്ങൾ അത് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനാണ്. സി 16x1 + 12x2 = 100. ഓക്കെ. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ നമ്പർ ഇട്ടാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് വേ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ 8x1 + 16x2. ഓക്കെ. നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫീസിബിൾ റീജിയൻ. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ്, പോയിന്റ് ആണ് എന്ത്? ഫീസിബിൾ റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ദ ഏരിയ ഇൻ വിച്ച് സാറ്റിസ്ഫൈഡ് ഓൾ ദ കൺസ്ട്രെയിൻസ്. ഓക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? ഗോൾ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ആണ്. എനിക്ക് ഇവിടേക്ക് എത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കൺസ്ട്രെയിൻസ്, ആ കൺസ്ട്രെയിൻ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പോയിന്റ് എനിക്ക് ഇവിടെ ഒരു x1 എന്ന് പറയുന്ന ഇവിടെ ഒരു പോയിന്റ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ദിസ് ഈസ് മൈ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ. സി കൺസ്ട്രെയിൻറ്റ് ഇവിടെ കൺസ്ട്രെയിൻറ്റ് ആണ്. അപ്പോൾ സി എല്ലാ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത്. എനിക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല, ഇവിടെ ദാ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ. അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വരുന്ന ഏരിയ ആണെന്ത്? ഫീസിബിൾ റീജിയൻ. ഞാൻ അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. സി ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇതല്ലേ ഇത്രയും ഏരിയ, ഇതാണ് ഫീസിബിൾ. ഇവിടെ ഷെയ്ഡ് ചെയ്യരുത്. കാരണം എന്താണ്? ഇത് നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആണ്. ഇതിൻ്റെ പുറത്തേക്ക് വരാൻ കഴിയുമോ? ഇല്ല. ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് കൺസ്ട്രെയിൻറ്റ്. ഇതാണ് നിങ്ങൾ എക്സാമിന് കറക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്.
ഇതൊക്കെ പോയിന്റ് ഇങ്ങനെ വരുന്ന ഈ ഒരു ഏരിയ ആണിത്. ഓക്കെ, ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ എന്താണ് മിനിമൈസ് ചെയ്യാനാണ് നോക്കുക. പക്ഷെ നമുക്ക് കണ്ടല്ലോ ഇതിൻ്റെ ഇങ്ങനെ മുകളിലോട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സി ദിസ് ഈസ് ദ feasible region that satisfies all the constraints. ഇവിടൊക്കെ ഏത് പോയിന്റ്സ് നമുക്ക് എടുക്കാം. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഈ സൊല്യൂഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ തിരഞ്ഞെടുക്കുന്നതാണ് എന്ത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു അനലൈസ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒപ്റ്റിമൽ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോർണർ പോയിന്റ്സ് മെത്തേഡാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറിജിൻ ഇവിടെ x1 0 ആണ്, x2 0 ആണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് എ, ഇതാണ് കോർണർ പോയിന്റ്സ്. ഓക്കെ, ഇതെന്താണ് എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്ത്. അതുപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ്. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ലൈൻ ഇങ്ങോട്ട് താഴോട്ടും പോകില്ല, കാരണം നെഗറ്റീവാണ്, ഇങ്ങോട്ടും വരില്ല. ഓക്കെ, ഓൺലി ദിസ് ഏരിയ ആണ്, ഈ ഒരു ക്വാഡ്രന്റ് മാത്രമാണ് എന്തെടുക്കുക നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സി ദിസ് ഈസ് ദ പോയിന്റ് എ. പിന്നെ വരുന്ന കോർണർ പോയിന്റ്സ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സി ഐ വുഡ് ലൈക്ക് ടു മാർക്ക് ദിസ് പോയിന്റ് ബി. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ കോർണർ പോയിന്റ് മെത്തേഡ് എന്ന് പറയാം. ഈ കോർണർ പോയിന്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് കണ്ടെത്തുക. എ ബി സി നമുക്ക് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അതിനനുസരിച്ച് എന്തുണ്ടാവും, നമ്മുടെ ഈ ലൈനിൻ്റെ എണ്ണം കൂടും പ്ലസ് കോർണർ പോയിന്റ്സും കൂടും. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടായാലും ഒരു പ്രശ്നമില്ല നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ്. പക്ഷേ ഇവിടെ എന്താണ് 2 വേരിയബിൾസ് പാടുള്ളൂ. 2ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു ഫോക്കസ് ഓൺ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, കോർണർ പോയിന്റ്സ് നമ്മൾ കണ്ടെത്തി. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുന്നു, ഫീസിബിൾ റീജിയൻ. ഇതിലുള്ള x1ൻ്റെയും x2ൻ്റെയും വാല്യൂസൊക്കെ എന്താണ് ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ആ ഫീസിബിൾ സൊല്യൂഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയത് കണ്ടെത്തുന്നതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണണം, നമ്മൾ ഈ കോർണർ പോയിന്റ്സ് കണ്ടെത്തി. ഈ കോർണർ പോയിന്റ്സിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കോർണർ പോയിന്റ്സ് നോക്കണം, അതെന്ത് ചെയ്യണം, അത് ടേബുലേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ടേബിൾ ഫോർമാറ്റിൽ ചെയ്യണം. ഓക്കെ, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നൗ വി ക്യാൻ ജസ്റ്റ് കൺസ്ട്രക്ട് എ ടേബിൾ. എന്തിനാണ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഫീസിബിൾ റീജിയൻ, അതിൻ്റെ കോർണർ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ x1 x2 ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ എടുക്കുന്നു. ദെൻ നമ്മളത് z വാല്യൂയിൽ അഥവാ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് x1ൻ്റെ x2ൻ്റെ ഒക്കെ വാല്യൂ കണ്ട് മാക്സിമം പ്രോഫിറ്റ് ലെവൽ എത്രയെന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. സി സിമ്പിൾ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ദ ടേബിൾ. ഓക്കെ, ടേബിൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന കോർണർ പോയിന്റ്സ് ആണ്. പോയിന്റ്. ഓക്കെ, കോർണർ പോയിന്റ്സ് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. ദെൻ ഡിസിഷൻ വേരിയബിൾ x1. ഓക്കെ, x1നെ ഡിസിഷൻ വേരിയബിൾസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ വാല്യൂസ് കണ്ടെത്തേണ്ടത്. x1 എത്ര ആയിരിക്കണം, x2 എത്ര ആയിരിക്കണം, എത്ര ഉൽപ്പാദിപ്പിച്ചാലാണ് ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് കണ്ടെത്തേണ്ട സംഭവം എന്താണെന്ത് z വാല്യൂ. നമുക്ക് z വാല്യൂ എത്രയാണ്, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. z is equal to 25x1 plus 20x2. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് x1ൻ്റെ x2ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ഏത് പോയിന്റ്സിലാണ് ഏറ്റവും കൂടുതൽ മാക്സിമം പ്രോഫിറ്റ് എത്തുന്നത്, ഫേം സ്വന്തമാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സി നമുക്കൊരു ക്ലോക്ക് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യാം കേട്ടോ. ഇത് ഒറിജിനാണ് ഓ. ഇവിടെ നമ്മൾ പോയിന്റ് എടുക്കണം, കാരണം എന്താണ് x1 0 ആണ്, x2 0 ആണ്. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു അനലൈസ്. സി പോയിന്റ് എ, ഇതൊരു കോർണർ പോയിന്റ് ആണ്. ഓക്കെ, കോർണർ പോയിന്റ് മെത്തേഡാണ്. ഓക്കെ, കോർണർ പോയിന്റ് എ, ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പം നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇവിടെ എ എടുക്കുമ്പം x1 0 ആണ്, x2 5 ആണ് അല്ലേ, x2 5 ആണ്. അപ്പം നമ്മളിവിടെ ഒരു പോയിന്റ് ഉണ്ട് 8.33 ഉണ്ട്. എന്തുകൊണ്ട് ഈ പോയിന്റ് എടുത്തുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താ, ഇതിവിടെ കൺസ്ട്രെയിൻ്റ് ആണ്, നമുക്കിതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഫീസിബിൾ റീജിയൻ ഇവിടെ കടന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മാക്സിമം ഇങ്ങോട്ട് പോകാൻ പറ്റുന്നത് കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ എ x1 എത്രയാണ് 0, x2 5. ഓക്കെ, ദെൻ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. z is equal to 25 into x1 എത്ര 0. ഓക്കെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ. പ്ലസ് 20 into x2. 20 x2 എത്രയാണ് 5 ആണ് അല്ലേ, ഇൻറ്റു 5 ഈക്വൽ ടു 25 into 0 0 പ്ലസ്
20 into 5, then we will get 100. Okay. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 100. ഓക്കെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 100 എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷനാണ്. ഒപ്റ്റിമാൾ ആയിട്ടുണ്ടോ? ഇല്ല. ഒപ്റ്റിമാൾ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയും സിയും ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്? എ ആണ്. ഫീസിബിൾ സൊല്യൂഷൻസ് ഒന്നിൽ കൂടുതലുണ്ടാവും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്തു. നൗ വി ക്യാൻ ടേക്ക് പോയിന്റ് ബി. ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് x1 x2 കണ്ടെത്തണം. വേണമെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്കൊരു 16x1 പ്ലസ് 12x2 അതിൻ്റെ 8x1 പ്ലസ് 16x2 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട്, കാരണം 2 കൊണ്ട് 5 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്ട്രാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ വാല്യൂ കണ്ടെത്തിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇങ്ങനെ എടുക്കുക. പോയിന്റ് ഇറ്റ് ഈസ് 4. x1 എത്രയാണ്? 4. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 3. ഓക്കെ. സോ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇവിടെ എഴുതാം 4, 3. ഇതാണ് എന്ത്? കോർഡിനേറ്റ്സ് എന്ന് പറയും. ഓക്കെ. ആ പോയിന്റ് 4ഉം 3. അപ്പോൾ ബി x1 എത്രയാണ്? 4, x2 3. നമ്മൾ സെറ്റിൽ അപ്ലൈ ചെയ്യാം. 25. x1 എത്ര? 4 പ്ലസ് 20 ഇൻറ്റു x2 എത്ര? 3 ഈക്വൽ ടു 25 ഇൻറ്റു 4 100 പ്ലസ് 20 ഇൻറ്റു 3 60. 100 പ്ലസ് 60 160. ഓക്കെ. അപ്പോൾ എനേക്കാളും കൂടുതൽ ഏതാണ്? ബി ആണ് അല്ലേ ഒപ്റ്റിമാൽ പൊസിഷനിലേക്ക് വരുന്നത്. പക്ഷെ ഉറപ്പിക്കാനായിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം? സിയും കൂടി എടുത്ത് അനലൈസ് ചെയ്യും. സി. ഓക്കെ. സിമ്പിൾ അല്ലേ? ഇത് വളരെ സിമ്പിളാണോ? നമുക്ക് എസ് എക്ക് ഫുൾ മാർക്ക്, എസ് എയിലോ 5 മാർക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഏത് രീതിയിൽ വന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം ഈ ഇതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്ത് നല്ല ഗ്രാഫ് വരച്ച് ടേബിളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു എസ് ആയിട്ട് മാറും. സിയിൽ വരുന്നത് x1 എത്രയാണ്? 6.25. പോയിൻ്റൊക്കെ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. x2 എത്രയാണ്? 0 ആണ് അല്ലേ? x2 ഇതിൽ 0 ആണ്. Now we can just apply z is equal to 25 into x1 എത്ര? 6.25 plus 20 into 0. ഓക്കെ. 25 into 6.25 കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, തെറ്റിക്കരുത്. നമുക്ക് എത്ര വരും? 25 into 6.25 ഈക്വൽ ടു 156.25. നിങ്ങൾ ചെക്ക് ചെയ്യണേ. 156.25. ഓക്കെ. അപ്പോൾ കോർണർ പോയിന്റ്സ് കണ്ടു, അതിൻ്റെ z വാല്യൂസും കണ്ടു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ്? ഒപ്റ്റിമാൾ സൊല്യൂഷൻ ഏതാണ്? 100, 160, 156.25. തീർച്ചയായിട്ടും നമുക്ക് എന്താ ഒരു കൺഫ്യൂഷൻ ഇല്ല. ദിസ് ഈസ് ദ ഒപ്റ്റിമാൾ സൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ ഒപ്റ്റിമാൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബി ആണ്. സി, ദിസ് ഈസ് ദ സൊല്യൂഷൻ ടു LPP ബൈ യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. We can just state that or conclude that the firm gets maximum profit by producing, see, 4 units of x1 and 3 units of x2. Okay, this is the decision value. 4 units of x1 and 3 units of x2. Then hence we can conclude that the firm gets maximum profit. Maximum profit by producing 4 units of x1 and 3 units of x2. Then what is the total profit? Maximum profit here, see, 160. Okay, this is the answer. ഇങ്ങനെ നല്ല ഉഷാറായിട്ട് കൺക്ലൂഡ് ചെയ്യണം. കാരണം എന്താ? ഫേം അറ്റൈൻസ് മാക്സിമം പ്രോഫിറ്റ് ബൈ പ്രൊഡ്യൂസിങ് 4 units of x1 and 3 units of x2 and the total profit of the firm is 160. Okay, ഇത്രയേ ഉള്ളൂ എന്ത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഒക്കെ 2 പ്രോബ്ലംസ് കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് തറാവും. മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. മിനിമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോർണർ പോയിന്റ് എടുത്തിട്ട് ഏറ്റവും മിനിമം വരുന്ന പോയിന്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? കോർണർ പോയിന്റ് എ ആയിരിക്കും മിനിമൈസേഷൻ ആണെങ്കിൽ. മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഇവിടെ പോയിന്റ് ഏതാണ്? ബി. ഓക്കെ, സി, ദിസ് ഇസ് അബൌട്ട് graphical method. In the coming video we will discuss another problem and also we will discuss graphical method and solution to LPP in the case of minimization. Okay, thank you so much. Have a nice day.